വേൾഡ് സെക്കൻഡ് ഈ ഒരു പാഠഭാഗത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, കൊളോണിയലിസം, രണ്ട് ലോക മഹായുദ്ധങ്ങൾ, യുണൈറ്റഡ് നേഷൻസിൻ്റെ രൂപീകരണം, ഈ ഒരു 4 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. കഴിഞ്ഞ പാഠത്തിൽ തന്നെ നിങ്ങൾ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള ചെറിയ ഒരു പഠനം നടത്തിയിട്ടുണ്ടാവും. പീരീഡ് ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഫ്രം 1750 to 1850, 1750 മുതൽ 1850 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഇതിൽ ചുവന്ന വര കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ആ കാലത്ത് ഇൻവെൻഷൻ ആൻഡ് ന്യൂ ടെക്നോളജി ക്രിയേറ്റഡ് ഫാക്ടറി സിസ്റ്റം ഓഫ് മെഷീൻ പ്രൊഡക്ഷൻ ആൻഡ് ഗ്രേറ്റർ എക്കണോമിക് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകൾ തുടങ്ങി, അതുപോലെ മെഷീൻ കൊണ്ടുള്ള നിർമ്മിതികൾ, പുതിയ സാമ്പത്തിക രീതികളൊക്കെ തുടങ്ങി. ജനങ്ങളൊക്കെ അർബൻ ഫാക്ടറികളിൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടുകൂടെ വളരെ ധനികരായിട്ടുള്ള കച്ചവടക്കാർ ഉദയം കൊണ്ടു. അവർ ഫാക്ടറികൾ നിർമ്മിച്ചു. ഇൻസ്റ്റാൾ ന്യൂ മെഷീനറീസ്, brought raw materials and employed workers on fixed wages to make machine made goods. പുതിയ മെഷീനുകൾ കൊണ്ടുവന്നു. അസംസ്കൃത വസ്തുക്കൾ, അതുപോലെ കൂലി തൊഴിലാളികളൊക്കെ നിർദ്ദിഷ്ടമായ കൂലി നൽകിക്കൊണ്ട് കൊണ്ടുവന്നു. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദ സ്റ്റീം എഞ്ചിൻ ഓഫ് ജെയിംസ് വാട്ട് ഇൻ 1769. 1769 ജെയിംസ് വാട്ടിൻ്റെ ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അതെത്തുന്നത്. അപ്പോൾ ജെയിംസ് വാട്ടിനെയും അദ്ദേഹത്തിൻ്റെ സ്റ്റീം എഞ്ചിനെയും നിങ്ങൾ ഈ ഒരു ഭാഗത്തിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, 1733 ജോൺ കീ ഫ്ലൈയിങ് ഷട്ടിൽ ഉണ്ടാകുന്നു. അത് വീവിങ് നെയ്ത്ത് വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു. അതുപോലെ ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് വീൽ ഉണ്ടാകുന്നു, ചർക്ക ഉണ്ടാക്കുന്നു. അതുപോലെ ഒരുപാട് നൂല് കൊണ്ട് ചുറ്റുന്ന ചക്രങ്ങളുണ്ടാകുന്നു. അതൊക്കെ നെയ്ത്തിനെ വളരെ സുഗമമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതിൽ ജോൺ കീയെ കാണാം, അദ്ദേഹത്തിൻ്റെ ഫ്ലൈയിങ് ഷട്ടിലിനെ കാണാം, അതുപോലെ വലതുഭാഗത്ത് ഹാർഗ്രീവ്സിനെ കാണാം, അദ്ദേഹം ഉണ്ടാക്കിയ ചർച്ച, അതുപോലെ ജെന്നി, അതുപോലെ മൾട്ടിപ്പിൾ സ്പൂൾ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രൊഡക്ഷൻ ഓഫ് കോൾ ആൻഡ് അയൺ ആൾസോ ഹെൽപ്ഡ്. ഈ ഒരു വ്യാവസായിക വിപ്ലവത്തെ സഹായിച്ച ഘടകങ്ങളായിരുന്നു ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് കോൾ, അതുപോലെ രണ്ടാമത്തത് അയൺ, ഇരുമ്പിൻ്റെയും അതുപോലെ കൽക്കരിയുടെയും ഉപഭോഗം. റോഡ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഇൻക്രീസ്ഡ്. ന്യൂ ഡെവലപ്മെൻറ്റ്സ് വിച്ച് ഇലക്ട്രിസിറ്റി കെയിം. ഒരുപാട് പുതിയ നൂതനമായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ വന്നു. ഫ്രാൻസ് 1830-ലും ജർമ്മനി 1850-ലും US അതിൻ്റെ സിവിൽ വാറിന് ശേഷവുമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നത്. ജീത്രോട്ടലിൻ്റെ പ്ലാന്റിംഗ് ഡ്രിൽ, കൃഷിക്ക് വിത്തിറക്കാൻ ഉപയോഗിക്കുന്ന, ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റിംഗ് ഡ്രില്ല് ഒരുപാട് മാറ്റങ്ങൾ കൃഷിക്ക് കൊണ്ടുവന്നു. 1760 മുതൽ 1830 വരെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1000-ഓളം എൻക്ലോഷ്യസ് ആക്റ്റുകൾ കൊണ്ടുവന്നു. ഏകദേശം 5200-ഓളം ആക്റ്റുകൾ പാസ്സാക്കിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഓപ്പണായി കിടക്കുന്ന ഫീൽഡുകളൊക്കെ കണ്ടുകെട്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റേതാക്കി നീക്കി വെക്കുന്ന ഒരു ആക്റ്റ് ആയിരുന്നു ഇത്. അതോടുകൂടി ജനങ്ങൾക്ക് അവരുടെ സ്വത്ത്, അവരുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ജീത്രോ ട്രില്ലിൻ്റെ പ്ലാന്റിംഗ് ഡ്രില്ലിൻ്റെ ചിത്രമാണ് നിങ്ങൾക്കിതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ലാൻഡ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് വേർ ആഡഡ് ടു ലാർജ് ഏരിയാസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻക്ലോഷ്യസ് ആക്ട് വന്ന ഉടനെ ഒരുപാട് ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു. അവരുടെ ഭൂമികളൊക്കെ, ആ സമുദായത്തിൻ്റെ ഭൂമികളൊക്കെ സർക്കാരിൻ്റേതാക്കി മാറ്റപ്പെടുകയും ചെയ്തു. പീപ്പിൾ ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് ചീപ്പ് ആൻഡ് അബൻഡൻറ്റ് ലേബർ ലെഡ് ടു ദ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു, അവർക്ക് നല്ല ജോലി ലഭിച്ചില്ല. അതോടുകൂടി ജനങ്ങൾ നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ഓപ്പൺ മാർക്കറ്റ്സ് ആൾസോ ഹെൽപ്പ്. അവർ നഗരങ്ങളിലേക്ക് ചേക്കേറാൻ മറ്റൊരു കാരണം ഉണ്ടായത് വ്യാപാരത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി, അതുപോലെ തുറന്ന വിപണികൾ തുടങ്ങുകയും ചെയ്തു. ഗവൺമെൻറ് കൺട്രോൾ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, ഇറ്റ് കാൾ മെർക്കാൻറ്റിലിസം. മനസ്സിലായോ? അപ്പോൾ ഗവൺമെൻറ്റാണ് ഇൻഡസ്ട്രിയും ട്രേഡൊക്കെ
നിയന്ത്രിച്ചു പോരുന്നത്. അതിനാണ് മെർക്കാന്റിലിസം എന്ന് പറയുന്നത്. അപ്പോൾ പണമാണ് ഏക ധനം എന്ന പഴയ സിദ്ധാന്തമായിരുന്നു അതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലെ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളും അന്നത്തെ മുന്നേറ്റങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ആർ ഡൺ മച്ച് ഫാസ്റ്റ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു. ഇറ്റ് മെയിൻലി ഇമ്പാക്റ്റഡ് ദ ടെക്സ്റ്റൈൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി. ഇത് കൂടുതലും സ്വാധീനിച്ചത് തുണിത്തര വിപണികളെയും അതുപോലെ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയെയുമാണ്. 1705 തോമസ് ന്യൂകോമൻ ബിൽ an engine for water from coal mines was developed by the Watt, James Watt as steam engine. 1705 തോമസ് ന്യൂകോമൻ ഒരു എഞ്ചിൻ ഉണ്ടാക്കി, അഥവാ കൽക്കരി ഖനികളിൽ നിന്നും വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു എഞ്ചിൻ. അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടിട്ടാണ് ജെയിംസ് വാട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റീം എഞ്ചിൻ ഉണ്ടാകുന്നത്. കോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ടു യൂസ് ഇൻ എഞ്ചിൻസ്. അതുപോലെ തന്നെ കോൾ പ്രൊഡക്ഷൻ, എന്തിനാണ് കോൾ എന്ന് ചോദിച്ചാൽ കൽക്കരി പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, എഞ്ചിനുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എഞ്ചിൻ്റെ സഞ്ചാരത്തിനൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിതിൽ തോമസ് ന്യൂകോമനെയും അദ്ദേഹം ഉണ്ടാക്കിയ കോൾ എഞ്ചിനും കാണാവുന്നതാണ്. മൈനുകളിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന എഞ്ചിനാണിതെന്ന് മനസ്സിലാക്കണം. 1709 അബ്രഹാം ഡെർബി പ്രൊഡ്യൂസ്ഡ് പിഗ് അയൺ സ്മൽറ്റഡ് വിത്ത് കോക്ക് എന്ന് പറഞ്ഞാൽ കൽക്കരി കൊണ്ട് ചുട്ട കാരിരുമ്പുണ്ടാക്കിയത് അബ്രഹാം ഡെർബിയാണ്. 1709. 1784 ഹെൻറി കോട്ട് ആൻഡ് അയൺ മാസ്റ്റർ ഡെവലപ്ഡ് എ പ്രോസസ് ഫോർ പ്രൊഡ്യൂസിങ് എ ലെസ് ബ്രിട്ടിൽ അയൺ. വളരെ പെട്ടെന്ന് മുറിയാത്ത രീതിയിലുള്ള അയൺ ഉണ്ടാക്കുന്നത് ഹെൻറി കോട്ടാണ് 1784. 1774 ജോൺ വിക്കിൻസൺ ഇൻവെൻറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ. അദ്ദേഹം ഡ്രില്ലിംഗ് മെഷീന് ജോൺ വിക്കിൻസൺ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അബ്രഹാം ഡെർബി ഇതിൽ കാണാം. ശേഷം ഹെൻറി കോർട്ടിനെ കാണാം. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ മുറിയാത്ത ഇരുമ്പുണ്ടാക്കിയതുപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കിയ ജോൺ വിക്കിൻസനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ മെഷീനറിയുടെ ആധിക്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് വെർ മെയ്ഡ് ഏർലി ഇൻ ദ 1700s. 1700കളിലെ പാലങ്ങളും റോഡുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. 1814 ജോർജ് സ്റ്റീഫൻസൺ ബിൽഡ് ദ ഫസ്റ്റ് സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിൻ ടു റൺ ഓവർ റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന ചലന ശക്തിയുള്ള ആവി യന്ത്രങ്ങൾ ആദ്യമായി ഉണ്ടാക്കുന്നത് ജോർജ് സ്റ്റീഫൻസനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നാമ്പുറമായിട്ട് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യേ മരം കൊണ്ടുണ്ടാക്കിയ ആവിക്കപ്പലുകൾ യാത്രക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മൈക്കൽ ഫാരഡെ ഇൻവെൻറ്റഡ് ദ ഇലക്ട്രിക് മോട്ടോർ. മൈക്കൽ ഫാരഡെ ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിതിൽ ജോർജ് സ്റ്റീഫൻസിനെ കാണാം. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മൈക്കൽ ഫാരഡയുടെ മോട്ടോർ പ്രിൻസിപ്പിൾ കാണാം. വലതുഭാഗത്ത് അടിയിലായി മൈക്കൽ ഫാരഡെ ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ കാണാം. ഇടതുഭാഗത്ത് ഏറ്റവും അടിയിലായിട്ടാണ് ജോർജ് സ്റ്റീഫൻസൺ ഉണ്ടാക്കിയിട്ടുള്ള ലോക്കോമോട്ടീവ് എൻജിൻ നിങ്ങൾക്ക് കാണാവുന്നത്. ഓക്കെ. അപ്പോൾ ടെലഫോൺസ് ആൻഡ് ടെലഗ്രാഫ്സ് വെർ ഇൻവെൻറ്റഡ്. ടെലഫോണുകളും ടെലഗ്രാഫുകളും കണ്ടെത്തി. Goods from England flooded to world market and England banned the leaking out of information about industrial revolutions. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ കയറ്റുമതി ചെയ്തു, അഥവാ ചരക്കുകൾ ഒഴുകി. അവരുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ രഹസ്യം ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചു. അങ്ങനെ അമേരിക്കയിലേക്ക് ഇതേ കാലഘട്ടങ്ങളിൽ കോട്ടൺ പ്ലാന്റേഷന് വേണ്ടിയിട്ട്, പരുത്തി വ്യവസായത്തിന് വേണ്ടിയിട്ട് അടിമകളെ കൊണ്ടുവന്നിരുന്നു. റിച്ചാർഡ് ആർക്രൈറ്റ് വാസ് ദ called as father of industrial revolution. വ്യാവസായിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ റിച്ചാർഡ് ആർക്രൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. 1789 സാമുവൽ ക്രോംപ്റ്റൺ ഇൻവെൻറ്റഡ് സ്പിന്നിംഗ് മ്യൂൾ ആൻഡ് എഡ്മണ്ട് കാർട്ട്റൈറ്റ് മെയ്ഡ് സ്റ്റീം എഞ്ചിൻ. ഇവരൊക്കെ ഇത് കണ്ടെത്തി. കോൾ ആൻഡ് അയൺ ലൈറ്റ് ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഇൻഡസ്ട്രിക്ക് തറക്കല്ലിട്ട വളരെ മികച്ച വ്യവസായം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ഘടകങ്ങളാണ് ഒന്ന് ഇരുമ്പും രണ്ടാമത് കൽക്കരിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് റിച്ചാർഡ് ആർക്രൈറ്റ്. നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാം, വലതുവശത്ത് എഡ്മണ്ട് കാർട്ടിനെ കാണാം. അടിയിൽ സാമുവൽ ക്രോംപ്റ്റൻ്റെ സ്പിന്നിംഗ് മ്യൂള് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് എഡ്മണ്ട് കാർട്ട്റൈറ്റിൻ്റെതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ
കണ്ടുപിടുത്തമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെക്കുറിച്ചും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും മുന്നേറ്റങ്ങളെക്കുറിച്ചും സാങ്കേതികമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള ഇന്നോവേഷൻസിനെ കുറിച്ചുമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. ഒന്ന്, മൂവ്മെൻറ്റ് ഓഫ് മാസസ് ടുവാർഡ് സിറ്റീസ് ആൻഡ് വേഴ്സ് ടു ആൻ അർബൻ സൊസൈറ്റി. ജനങ്ങൾ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറി. അതുപോലെ ഫാക്ടറി ഓണേഴ്സ് ഫോഴ്സ്ഡ് വർക്കേഴ്സ് ടു വർക്ക് ഫോർ 12 to 40 hours ഓൺ ലോ വേജസ്. വളരെ കുറഞ്ഞ കൂലി നൽകിക്കൊണ്ട് 12 മുതൽ 14 വരെ മണിക്കൂറുകളോളം പണിയെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ ഫാക്ടറി മുതലാളിമാർ നിർബന്ധിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നിർബന്ധങ്ങൾ വന്നപ്പോൾ, അടിമകളെപ്പോലെ വേല ചെയ്യേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും അവർ ആ തൊഴിലാളികൾ യൂണിയനുകൾ ഉണ്ടായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. എ മൂവ്മെൻറ്റ് ബിഗാൻ ടു സേവ് ദം ബൈ ദ ട്രേഡ് യൂണിയൻസ് ടു റിഫോം ദ വർക്കിംഗ് ആൻഡ് ലിവിങ് കണ്ടീഷൻ. മെഷീൻസ് വാസ് ഗ്രേറ്റ്ലി യൂസ്ഡ്. ഈ ഒരു കാലഘട്ടങ്ങളിൽ മെഷീനുകൾ നന്നായി ഉപയോഗിക്കപ്പെട്ടു. അതോടുകൂടെ ക്യാപിറ്റലിസം എമേർജ്ഡ്. ഫ്യൂഡലിസത്തിൽ നിന്നും, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഫ്യൂഡലിസത്തെക്കുറിച്ചിട്ടാണ്, ജന്മിത്വത്തെക്കുറിച്ചിട്ടാണ്. അവിടുന്ന് മാറിയിട്ട് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മൊത്തം ലോകം മാറിക്കൊണ്ടിരുന്നത്, അഥവാ ക്യാപിറ്റലിസം എമേർജ്ഡ്. 1700-കളിൽ ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക്സ് വർ ഓപ്പൺ ബൈ ദ ഗോൾഡ്സ്മിത്സ് മെർച്ചൻറ്റ് ആൻഡ് മാനുഫാക്ചറേഴ്സ്. അക്കാലത്ത് ഒരുപാട് തൊഴിലാളികളാളും നിർമ്മാതാക്കളാളും അതുപോലെ ഗോൾഡ്സ്മിത്തിലെ തട്ടാന്മാരൊക്കെ ഒരുപാട് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങുകയും ചെയ്തു. അതുപോലെ ഡിസ്കവറി ഓഫ് ട്രേഡ് റൂട്ടസ് എൻകറേജ് ദ കോമ്പറ്റീഷൻ എമംഗ് ദ കൊളോണിയൽ ആൻഡ് ഇംപീരിയൽസ് പവേർഡ്. അല്ലേ, കൊളോണിയൽ രാജ്യങ്ങൾക്കിടയിൽ കച്ചവട വ്യാപാര മാർഗങ്ങൾ കണ്ടെത്തി. ആ വ്യാപാര മാർഗങ്ങൾ അവർക്കിടയിലുള്ള മത്സരങ്ങൾ കൂട്ടുകയും ചെയ്തു. അഥവാ ഇംഗ്ലണ്ട് പോലെ, ഫ്രാൻസ് പോലെ, ഇറ്റലി പോലെ, ജർമ്മനി പോലെയുള്ള കൊളോണിയൽ രാജ്യങ്ങൾക്കിടയിൽ മത്സരബുദ്ധി ഉടലെടുക്കുകയും ചെയ്തു. ഓക്കെ, ദ റൈസ് ഓഫ് ഇംപീരിയലിസം ആൻഡ് കൊളോണിയലിസം. ഞങ്ങൾക്ക് എന്തിനാണ് ഇംപീരിയലിസവും കൊളോണിയലിസവും പറഞ്ഞതെന്ന് സംശയമുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുക, രണ്ടും ഏകദേശ അർത്ഥത്തിൽ ഒന്നാണ്. എന്നിരുന്നാലും കൊളോണിയലിസം സാധാരണ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള ഫിസിക്കൽ കൺട്രോളിനാണ് കൊളോണിയലിസം എന്ന് പറയാറുള്ളത്. നേരെ മറിച്ച് ഇമ്പീരിയലിസം പറയുകയാണെങ്കിൽ ഫിസിക്കൽ കൺട്രോൾ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ എക്കണോമിക്, സാമ്പത്തികമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ടും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേലുള്ള ആധിപത്യത്തിനാണ് നമ്മൾ സാധാരണ ഇമ്പീരിയലിസം എന്ന് പറയാറുള്ളത്. കൊളോണിയലിസം ആകുമ്പോൾ ഫിസിക്കൽ കൺട്രോളാണ്, ഇമ്പീരിയലിസം ആകുമ്പോൾ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓൺ അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തിൻ്റെ മേലുള്ള ആധിപത്യമാണ്. ഓക്കെ, 19-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യൻ കൺട്രീസ് വേഴ്സ് ഇൻഡസ്ട്രിയലൈസ്ഡ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യാവസായിക വൽക്കരണത്തിൻ്റെ കാലഘട്ടം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 19-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും വ്യാവസായിക വൽകൃത രാജ്യങ്ങളായിട്ട് മാറി. ഓക്കെ, ദ കൺട്രീസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് നീഡഡ് ടു എക്സ്റ്റെൻഡ് പവർ ഫോർ മോർ റോ മെറ്റീരിയൽ ആൻഡ് മാർക്കറ്റ്. അതോടുകൂടി എല്ലാവരും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയപ്പോൾ അവർക്ക് ഒരുപാട് ഭൂമി വേണ്ടി വന്നു, ഒരുപാട് വിഭവങ്ങൾ വേണ്ടി വന്നു. ആ രാജ്യങ്ങളൊക്കെ, അതുപോലെ മുതലാളിത്ത വ്യവസ്ഥയുള്ള ഈ രാജ്യങ്ങളൊക്കെ ഒരുപാട് അസംസ്കൃത വസ്തുക്കളും അതുപോലെ അവരുടെ വസ്തുക്കളൊക്കെ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളും അവർക്ക് ആവശ്യം വേണ്ടി വന്നു. അങ്ങനെ ദ പ്രാക്ടീസ് ഓഫ് എക്സ്റ്റെൻഡിങ് കൺട്രോൾ ഓർ റൂൾ ഓവർ ദ പൊളിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് തുടങ്ങി. ഇനി എന്താണ് ഇമ്പീരിയലിസം എന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഇമ്പീരിയലിസം? പ്രാക്ടീസ് ഓഫ് എക്സ്റ്റെൻഡിങ് കൺട്രോൾ ഓർ റൂൾ ഓവർ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് അനദർ കൺട്രി ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേലിൽ നടത്തുന്ന രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടുമുള്ള ആധിപത്യത്തിനാണ് പറയുക. ഓക്കെ, ദ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചെയ്തതുപോലെ എന്നർത്ഥം. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊളോണിയലിസം എന്ന് വേണമെങ്കിൽ പറയാം, ഇമ്പീരിയലിസം എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് വെർ ഡ്രൈൻഡ് ഔട്ട് ഫ്രം ദ കോളനീസ് ടു ദ ഇമ്പീരിയൽ കൺട്രീസ്. ഈ ഇമ്പീരിയലിസ്റ്റ് കൺട്രി അതുപോലെ കോളനികളിൽ നിന്നും ഇമ്പീരിയലിസ്റ്റ് കൺട്രിയിലേക്ക് ഒരുപാട് ധനവും അവിടുത്തെ വിഭവങ്ങളും ഒഴുകി. ഇന്ത്യയിൽ നിന്നും ഒരുപാട് സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നും തേക്ക് കൊണ്ടുപോയതുപോലെയുള്ള ഒരുപാട് വിഭവങ്ങൾ, ഒരുപാട് ഇവിടെയുള്ള രാജാക്കന്മാരുടെ രത്നങ്ങളും സ്വർണ്ണങ്ങളും മരതകങ്ങളും സിംഹാസനങ്ങളും എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ദ കോങ്കർ കൺട്രി ഈസ് നോൺ ആസ് ഇമ്പീരിയൽ കൺട്രി. ഈ കീഴടക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ്
ഇമ്പീരിയൽ കൺട്രി വൈൽ ദ കോൺകേർഡ് ലാൻഡ് ഈസ് നോൺ ആസ് കോളണി. കീഴടക്കപ്പെട്ട രാജ്യമാണ്, കീഴടക്കുന്ന രാജ്യമാണ് ഇമ്പീരിയൽ കൺട്രി, മറിച്ച് കീഴടക്കപ്പെടുന്ന രാജ്യമാണ് കോളണി. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ കോളണികളായിരുന്നു എന്ന് ചരിത്രം. ഈ കോളണികൾ, ബ്രിട്ടൻ്റെ കീഴിലുള്ള കോളണികൾ ചേർന്നിട്ടാണ് പിന്നീട് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഴയ ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്ന രാജ്യങ്ങളാണ് ഇന്നത്തെ കോമൺവെൽത്ത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന കോമൺവെൽത്ത് കൺട്രീസ്. ഏകദേശം 52ഓളം രാജ്യങ്ങളുണ്ട്. ഓക്കെ. Asia and Africa were colonies for the rich resources and politically, economically and industrially backward. ഏഷ്യയും ആഫ്രിക്കയും ഒക്കെ ഇവരുടെ ഈ യൂറോപ്യന്മാരുടെ കോളനികളായിരുന്നു. രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും ഒക്കെ പിന്നോട്ട് ഉണ്ടായിരുന്ന, അതുപോലെ ഒരുപാട് വിഭവങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിഭവങ്ങൾ ഒരുപാടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പിന്നോട്ടാണെങ്കിൽ ആ വിഭവങ്ങൾ ഒക്കെ എടുക്കാൻ വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങൾ അവിടേക്ക് കടന്നു വരും. അങ്ങനെ with the growth of transport and communication, the goods flowed easier. ഈ കോളനികളിൽ ആദ്യമായിട്ട് അവർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലൊക്കെ ആദ്യമായിട്ട് അവർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അഥവാ പോർട്ടുകളിൽ നിന്നും ഈ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ അഥവാ മരങ്ങളൊക്കെ കയറ്റി അയക്കാൻ വേണ്ടി അവർ റെയിൽവേ ട്രാക്കുകളൊക്കെയാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കി. അത് അവരുടേതായിട്ടുള്ള ചൂഷണത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഏഷ്യ ആൻഡ് ആഫ്രിക്ക were colonies for the rich resources and politically, economically and industrially backward. Okay, with the growth of transport and communication, the goods flowed easily. For pride, prestige and glory, some countries like Italy and Germany conquered other lands. It is extreme nationalism. ചില രാജ്യങ്ങൾ മറ്റൊരു രാജ്യങ്ങളുടെ മേലിൽ അവരുടെ പ്രൈഡിന് വേണ്ടിയിട്ട്, അഭിമാനത്തിന് വേണ്ടിയിട്ട് കീഴടക്കിയിരുന്നു. അതിനാണ് എക്സ്ട്രീം നാഷണലിസം എന്ന് നമ്മൾ പറയുന്നത്. അവർ പറയാറുള്ളത്, അതിനൊരു ന്യായീകരണമായിട്ട് അവർ പറയാറുള്ളത്, ഇത് വെള്ളക്കാരുടെ ചുമതലയാണ് ടു സിവിലൈസ് ദ ബാക്ക്വാർഡ് പീപ്പിൾ, ബാക്കിയുള്ള ആളുകൾക്ക് സംസ്കാരം നാഗരികതയുള്ളവരാക്കാൻ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കീഴടക്കുന്നത് എന്ന തൊടുന്യായവും അവർ നിരത്താറുണ്ട്. ഓക്കെ. ഇനി ഇമ്പീരിയലിസം ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഇമ്പീരിയലിസം. അപ്പോൾ ഈ ഇമ്പീരിയലിസം, മിഷനറീസ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് വെൻ ടു ഡാർക്ക് കോണ്ടിനെൻറ്റ്. മിഷനറികളും മതപ്രബോധകരും മതപ്രചാരകരും അതുപോലെ യാത്രക്കാരും ഒക്കെ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് പോയി. അവർ ആനക്കൊമ്പുകൾ കണ്ടെത്തി, രത്നങ്ങൾ, സ്വർണം, മരത്തടികൾ, അതുപോലെ അവർക്ക് ആവശ്യമുള്ള അടിമകളൊക്കെ അവർ കണ്ടെത്തി. 1875 വരെ യൂറോപ്യന്മാരുടെ അധികാരം ആഫ്രിക്കയിൽ പരിമിതമായിരുന്നു. പക്ഷേ 1880 മുതൽ 1910 വരെയുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ ആഫ്രിക്കയും യൂറോപ്യന്മാർക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടു. 1886 ബെർലിൻ കോൺഫറൻസോട് കൂടി, അഥവാ ഒട്ടോമൻ ബിസ്മാർക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബെർലിൻ കോൺഫറൻസോട് കൂടി ഒരു ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളും യൂറോപ്യന്മാർക്ക് ഇടയിൽ വീതിക്കപ്പെട്ടു. ഫ്രാൻസിന് നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയും, ബ്രിട്ടന് സൗത്ത് ആഫ്രിക്കയും, ജർമ്മനിക്ക് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഞാൻ അടുത്ത ഈ ഒരു പാഠത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ ഭൂപടമാണ്. വലത് ഭാഗത്തുള്ളത് 1914 ഭൂപടമാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. അതിൽ ബ്രിട്ടീഷുകാരുടെ സ്ഥലങ്ങൾ, അതുപോലെ ഫ്രഞ്ചുകാരുടെ, സ്പാനിഷുകാരുടെ, പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഫ്രഞ്ചിൻ്റെ കീഴിലുണ്ടായിരുന്നത് ടുണീഷ്യ, മൊറോക്കോ, നൈജർ, മൗറിത്താനിയ, അൾജീരിയ, ഗിനി, ബുർക്കിന ഫാസോ, അതൊക്കെയായിരുന്നു ഫ്രഞ്ചിൻ്റെ കീഴിൽ. അതുപോലെ ബ്രിട്ടൻ്റെ കീഴിൽ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ഈജിപ്ത്, സുഡാൻ, എറിട്രിയ, ചാഡ്, സൊമാലിയ, സാംബിയ, സിംബാബ്വെ, ബോട്സ്വാന, സാംബിയ, മലാവി തുടങ്ങിയതൊക്കെ ബ്രിട്ടൻ്റെ കീഴിൽ. അതുപോലെ കാമറൂൺ ഉൾപ്പെടെയുള്ള ജർമ്മനിയുടെ കീഴിൽ, അങ്കോള, മൊസാംബിക്കൊക്കെ പോർച്ചുഗലിൻ്റെ കീഴിൽ, കേപ്പ് കോളനി UK കീഴിൽ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ ബെൽജിയത്തിൻ്റെ കീഴിൽ, അതുപോലെ ലിബിയ, സൊമാലിയ, എറിട്രിയ ഇതൊക്കെ ഇറ്റലിയുടെ കീഴിൽ. ഇങ്ങനെ ഇവർക്ക് ഇടയിൽ ഈ ഒരു രാജ്യം വീതിക്കപ്പെട്ടിരുന്നു എന്ന് അർത്ഥം. അതുപോലെ 1936 ഇറ്റലി കീഴടക്കുന്നതുവരെ എത്യോപ്യ സ്വതന്ത്രമായിരുന്നു. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാലഘട്ടങ്ങളിൽ, ഇമ്പീരിയലിസത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയിൽ സ്വതന്ത്രമായ ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ലൈബീരിയയാണ്. ലൈബീരിയ മാത്രമേ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു രാജ്യം ഉണ്ടായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇതിനാണ് റൈപ്പ് ഓഫ് ആഫ്രിക്ക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ. ഇമ്പോർട്ടഡ് ട്രേഡ് ഇൻ ദ പ്ലാന്റേഷൻ ഓഫ് അമേരിക്ക 1500-ടെയും 1800-ടെയും ഇടയിൽ 15 മില്യണോളം
ആഫ്രിക്കക്കാർ അടിമകളായി വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ഓക്കെ, ഇനി ഏഷ്യയിലെ ഇമ്പീരിയലിസം. ഇതുവരെ നമ്മൾ ആഫ്രിക്കയിലെ ഇമ്പീരിയലിസം പറഞ്ഞു, ഇനി ഇമ്പീരിയലിസം ഇൻ ഏഷ്യ. ഓക്കെ, ബ്രിട്ടൻ ആൻഡ് ഫ്രഞ്ച് ത്രൂ ഔട്ട് ഹോളണ്ട് ആൻഡ് പോർച്ചുഗൽ ഫ്രം ഇന്ത്യ. അപ്പോൾ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു കോളണിയായിരുന്നു ഇന്ത്യ നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടനും ഫ്രഞ്ചും കൂടിയിട്ട് പോർച്ചുഗലുകാരെയും അതുപോലെ ഹോളണ്ടുകാരെയും ഡച്ചുകാരെയും ഇന്ത്യയിൽ നിന്നും തൂത്തെറിഞ്ഞു. 1763 ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെയും തകർത്തെറിഞ്ഞു. പിന്നീട് മാഹി പോലെയുള്ള ഗോവ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഫ്രഞ്ചുകാരുണ്ട് എന്നത് ബാക്കി. ഓക്കെ, യൂറോപ്യൻ ഗുഡ്സ് ഹാവ് നോ ഡിമാൻഡ് ഇൻ ചൈന. യൂറോപ്പിലെ ചരക്കുകൾക്ക് ചൈനയിൽ വലിയ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ ചൈനയിലെ ഗുഡ്സ് അവിടുത്തെ ഗുഡ്സ് യൂറോപ്യന്മാർ കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലെ ഈ ഒരു കാലഘട്ടങ്ങളിലാണ് ചൈനയെ തളക്കാൻ വേണ്ടിയിട്ട് ചൈനയിലെ റിസോഴ്സൊക്കെ എടുക്കാൻ വേണ്ടി, വിഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ചൈനയിലെ ആളുകളെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ സ്മഗിൾഡ് ഒപ്പിയം ടു ചൈനയിലേക്ക് കറുപ്പ് കൊണ്ടുപോയി, ഒപ്പിയം കൊണ്ടുപോയി. അത് അവിടുത്തെ യുവാക്കളൊക്കെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യ ഒപ്പിയം വാർ എന്ന് പറയുന്നത് 1839 മുതൽ 1843 വരെ. ഓക്കെ, അപ്പോൾ അവരെ മദ്യവും ഒപ്പിയവും നൽകിയിട്ട് അവിടുത്തെ ചൈനയിലെ യുവാക്കളൊക്കെ ഡിമോറലൈസ് ചെയ്തു, അവരെ നല്ലവരല്ലാതാക്കി മാറ്റി. എന്നിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ, അവിടുത്തെ വിഭവങ്ങളൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ ഒപ്പിയം വാർ ബ്രിട്ടനാണ് നടത്തുന്നത്. അങ്ങനെ ചൈന പരാജയപ്പെട്ടു. ബ്രിട്ടന് വളരെ വലിയ ഒരു പിഴ ഇവർക്ക് മേലിൽ ചുമത്തുകയും ചെയ്തു. യൂറോപ്യന്മാർക്ക് ഒരു തെറ്റ് ചെയ്താൽ ഒരു പ്രശ്നം ഇല്ലാതാവുകയും ചെയ്തു. ഇനി സെക്കൻഡ് ഒപ്പിയം വാർ, രണ്ടാം ഒപ്പിയം വാർ 1856 മുതൽ 1860 വരെയാണ് നടക്കുന്നത്. അഥവാ ബ്രിട്ടീഷുകാരുടെ ഫ്ലാഗ് അത് നടക്കുന്നത് ശരിക്കും ഫ്രഞ്ചുകാരുമായിട്ടാണ്. യഥാർത്ഥത്തിൽ സെക്കൻഡ് ഒപ്പിയം വാർ ചൈനയും ഫ്രഞ്ചുമാണ് നടക്കുന്നത്. അഥവാ ഫ്രഞ്ചുകാരാണ് ചൈനക്കാരെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിയം വാർ കൊണ്ടുവരുന്നത്. ഫ്രഞ്ചുകാരാണ് ചൈനക്കാരെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഒപ്പിയം വാർ കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു മിഷനറിയെ കൊന്നു എന്നൊക്കെ അതിനുള്ള ആരോപണമായിട്ട് അവർ പറയുന്നത്. ഈ ചൈന ഈ രണ്ട് യൂറോപ്യൻ പവറുമായിട്ടും അഥവാ ഫ്രഞ്ചുമായിട്ടും ബ്രിട്ടീഷുമായിട്ടും ഇതിൽ പരാജയപ്പെടുന്നു. ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെ 1899 ടു 1901 വരെ ബോക്സർ റിബല്യൻ. ഇതുവരെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ചൈനയ്ക്കെതിരെയാണ് പോരാടിയതെങ്കിൽ ഈ ചൈനക്കാർ ഫോറിനേഴ്സിനെതിരെ അഥവാ ഫോറിനേഴ്സിനെതിരെ വിദേശികൾക്കെതിരെ നടത്തിയ ഒരു കലാപമാണ് ബോക്സേഴ്സ് റിബല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻ മിഷണറികൾക്കെതിരെയായിരുന്നു. അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചൈന ആഫ്റ്റർ ഡിവിഷൻ ഓഫ് ചൈന ഇൻ സ്ഫിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ചൈനയെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിട്ട് യൂറോപ്പിൻ്റെ ആധിപത്യത്തിൽ കീഴിൽ വരുത്തി. അതിനുശേഷം ചൈനക്കാരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ബോക്സേഴ്സ് റിബല്യൻ എന്ന് പറയുന്നത്. ഈ ബോക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരുന്നു ബോക്സേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവരാണ് പിന്നീട് ഈ ഫോറിനേഴ്സിനെതിരെ പോരാട്ടം നയിക്കുന്നതൊക്കെ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ബോക്സർ റിബല്യൻ കാണാം. അതുപോലെ ഒപ്പിയം വാറിൻ്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, ഏകദേശം 32,000-ഓളം മിഷനറികൾ ഈ ഒരു പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹേ തുവാൻ എന്നും ഈ ബോക്സേഴ്സിന് പറയാറുണ്ട്. ഈ ഹേ തുവാൻ എന്നും ഈ ബോക്സേഴ്സിന് പറയാറുണ്ട്. ഇനി ജപ്പാൻ. അപ്പോൾ നമ്മുടെ ഇതിൽ ഏഷ്യയിൽ ഇന്ത്യ കഴിഞ്ഞ് പ്രധാനമായിട്ടും ചൈന കഴിഞ്ഞ് ഇനി അടുത്തത് ജപ്പാനാണ്. അപ്പോൾ ജപ്പാനിൽ മെയ്ജി റീസ്റ്റോറേഷൻ, മെയ്ജിയുടെ പുനഃസ്ഥാപനം 1868 വളരെ പ്രസിദ്ധമായ പുനഃസ്ഥാപനമാണ്. അദ്ദേഹമാണ് ജപ്പാനെ ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു രാജ്യമായി വളർത്തുന്നത്. ഇതുവരെ ഫ്യൂഡലിസമായിരുന്നു. അദ്ദേഹമാണ് ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിട്ടുള്ള ആ കാലത്ത് ജീവിച്ചിരുന്ന സൈക്കോ തക്കമോറി അതുപോലെ കിഡോ തക്കയോഷി അന്നത്തെ രണ്ട് റിഫോമിസ്റ്റുകളാണ്. അവർ ചേർന്നിട്ട് അന്നത്തെ എംപററായിട്ടുള്ള കൊമൈയെ സഹായിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു പുതിയൊരു രാജ്യമായി വരുന്നത്. ആ കൊമൈയുടെ മകനാണ് പിന്നീട് മെയ്ജി. അദ്ദേഹം ഭരണത്തിൽ വരുന്നു. 1867 ഭരണത്തിൽ വരുന്നു. അങ്ങനെ അദ്ദേഹമാണ് പിന്നീട് ഈ രാജ്യത്തെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നത്. 1877 ബാങ്ക് ഓഫ് ജപ്പാൻ സ്ഥാപിക്കപ്പെടുന്നു. 1905 എൻറിച്ച് ദ കൺട്രി, രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുക, സ്ട്രെങ്തൻ ദ മിലിറ്ററി, സൈനിക സുസജ്ജമാവുക എന്ന പുതിയ ഒരു സ്ലോഗൻ കൊണ്ടുവരുന്നു. അങ്ങനെ ജപ്പാൻ പുതിയൊരു ഇൻഡസ്ട്രിയൽ ആൻഡ് മിലിറ്ററി നാഷനായിട്ട് വളർന്നു വരുന്നു. എംപറർ മെയ്ജിയാണ് ആ ഒരു കാലത്ത് നടന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേണമെങ്കിൽ റിസ്റ്റോറേഷൻ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു റിഫോർമേഷനെ കുറിച്ചിട്ടാണ് ആ ഒരു വലതുഭാഗത്ത് ചിത്രം കാണുന്നത്. ഇനി ഇംപീരിയലിസം ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, ഇംപീരിയലിസം ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പോൾ ശ്രീലങ്ക, ഞങ്ങൾക്കറിയാം ശ്രീലങ്ക വാസ് ഓക്കുപ്പൈഡ് ബൈ ദ പോർച്ചുഗീസ്
ദെൻ ബൈ ഡച്ച് ആൻഡ് ലൈറ്റർ ബൈ ദ ബ്രിട്ടീഷ്. ആദ്യം പോർച്ചുഗീസുകാർ പിടിച്ചിറക്കി, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, ഇന്ത്യയെ പോലെ തന്നെ. വിയറ്റ്നാം ആൻഡ് ലാവോസ് ആൻഡ് കംബോഡിയ were under the French colonial empire. Okay, the British added Burma and part of Singapore. സിംഗപ്പൂറും അതുപോലെ പോർട്ട് ഓഫ് സിംഗപ്പൂറും അതുപോലെ ബർമയൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പുറത്തെ ചിത്രത്തിൽ കാണാം. അന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് കാണുന്നത്. 1895 ചില ഭാഗങ്ങൾ, നിങ്ങൾ ബർമയുടെ ഭാഗം അതാ ബ്രിട്ടീഷുകാരാണ്. ബർമയുടെ ഭാഗം എടുത്ത് ബർമ, ബാങ്കോക്ക്, അതുപോലെ ഡച്ചുകാരുടെ പിന്നെ താവളങ്ങൾ നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ്. അതുപോലെ സ്പെയിനുകാരുടെ, പോർച്ചുഗീസുകാരുടെയൊക്കെ സ്ഥാനങ്ങൾ നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ്. ഫിലിപ്പീൻസൊക്കെ സ്പെയിനുകാരുടെ കയ്യിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇമ്പാക്റ്റ് ഓഫ് ഇംപീരിയലിസം. അവസാനമായിട്ട് ഇംപീരിയലിസത്തിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഇംപീരിയലിസത്തിൻ്റെ പിന്നാമ്പുറമായിട്ട് വന്ന കോൺസിക്വൻസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇത് റെയിൽവേ പോലെ, കനാൽ പോലെ, ടെലഗ്രാഫ് പോലെ, ടെലിഫോൺ പോലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണിയൽ അല്ലെങ്കിൽ ഇംപീരിയലിസ്റ്റ് രാഷ്ട്രങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത് അവരുടെ ചൂഷണത്തിന് വേണ്ടിയായിരുന്നു, അല്ലാതെ ഈ രാജ്യത്തെ, കൊളോണിയൽ രാജ്യത്തെ അവരുടെ സഹായത്തിന് വേണ്ടിയായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ഒരു ട്രാക്ക് ഉണ്ട്. അത് ഉണ്ടാക്കിയത് അവർക്ക് നിലമ്പൂർ തേക്കുകൾ കടത്താൻ വേണ്ടി മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഓക്കെ, അതുപോലെ അവർ ഈ പോർട്ടിൻ്റെ സൈഡിലൂടെയാണ് അവർ മുഴുവൻ, അഥവാ ഈ കടലിൻ്റെ സമീപത്തൂടെയാണ് അവർ ട്രെയിൻ ഗതാഗതമൊക്കെ ഉണ്ടാക്കിയത്. അതും അവർക്ക് ഈ ചരക്കുകളൊക്കെ പോർട്ടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് ഈ ഇമ്പാക്റ്റുകൾ, ഈ ഇമ്പീരിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ്, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ആൻഡ് ഫീലിംഗ് ഓഫ് നാഷണലിസം, ഒരു ദേശീയത എന്നൊരു വികാരം വന്നു. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള അവബോധങ്ങൾ വന്നു. ഡെവലപ്മെൻറ്റ് ഇൻ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ്, ശാസ്ത്രീയമായിട്ടുള്ള ആധുനിക വിജ്ഞാനങ്ങളിൽ വന്ന പുരോഗതികൾ. അത് ഇൻഡിജിനിയസ് ഇൻഡസ്ട്രീസ് were ruined and natural resources exploited. ഇനി വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ഇൻഡസ്ട്രീസൊക്കെ തകർന്ന് തരിപ്പണമായി. അതുപോലെ പ്രകൃതി, ധാതു, ലവണ സമ്പത്തുകളൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഓർ അപ്പാത്തീഡ് ഇൻ ആഫ്രിക്ക ആസ് വോയ്സ് അഗെയിൻസ്റ്റ് ബ്ലാക്സ് ആൻഡ് സ്ലേവ്. ഈ ആഫ്രിക്കയിലൊക്കെ ജാതീയത വന്നു, ഒഴിച്ചു മാറ്റപ്പെടുത്തപ്പെട്ട, അതുപോലെ അൺടച്ചബിലിറ്റിയൊക്കെ ആഫ്രിക്കയിൽ വന്നിട്ടുണ്ട്. ബ്ലാക്കുകളും വൈറ്റുകളും, കറുത്തവരും വെളുത്തവരും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ICC, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ഒരു വേള 1990-കൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്ക ടീമിനെ തന്നെ ഇങ്ങനെ പ്രശ്നം കൊണ്ട്, അങ്ങനെ എന്ത് ചെയ്യുക, ബ്ലാക്ക് വൈറ്റ് പ്രശ്നങ്ങൾ കൊണ്ട്, ഡിസ്ക്രിമിനേഷൻ പ്രശ്നങ്ങൾ കൊണ്ട് അവർ നിരോധിച്ചിരുന്നു, ഒഴിവാക്കിയിരുന്നു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെയൊക്കെ. പിന്നെ അതുപോലെ ഡിസ്ട്രോയിഡ് പ്രോപ്പറസ് എക്കണോമി, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു എക്കോണമി അന്ന് മുതൽ നശിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തിക ഭദ്രത നിലക്കുകയും ചെയ്തു. ഇതാണ് ഇമ്പീരിയലിസത്തിൽ ഉണ്ടായ ഇമ്പാക്റ്റുകൾ, കോൺസിക്വൻസ്, പിന്നാമ്പുറങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, അതുപോലെ ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിലുള്ളൊരു ചോദ്യം, 1915 കാലഘട്ടങ്ങൾക്ക് ശേഷം, അഥവാ ഇമ്പീരിയൽ കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയിൽ സ്വതന്ത്രമായിരുന്ന ഏക രാഷ്ട്രം ഏതാണ്? ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പഠിക്കാൻ മറക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.